പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 4ാമത്തെ യൂണിറ്റിലെ ശാസ്ത്രം മുന്നേറുന്നു എന്ന പാഠത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ്. ആദ്യത്തെ പ്രവർത്തനം കണ്ടെത്താൻ പറയാം എന്നതാണ്. മനുഷ്യർ എത്രയോ മുമ്പ് ജീവിച്ചിരുന്ന എല്ലാത്തരം തിര്യക്കുകളേക്കാൾ കൗതുകകരമായൊരു ജീവിയാണ്. മനുഷ്യന് മറ്റ് ജീവികളേക്കാൾ എന്ത് വ്യത്യസ്തതയുണ്ടെന്നാണ് നെഹ്റു സൂചിപ്പിക്കുന്നത്. മനുഷ്യന് മറ്റ് ജീവികൾക്കില്ലാത്ത മനസ്സ് എന്ന ഒരു വിശേഷ വസ്തു ഉണ്ടെന്നാണ് നെഹ്റു സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ജിജ്ഞാസയും മനുഷ്യൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അന്വേഷിക്കാനും മനസ്സിലാക്കുവാനുമുള്ള ആഗ്രഹമാണത്. എന്നാൽ അവൻ തന്നോടല്ലാതെ ആരോട് ചോദിക്കാനാണ്? വേറെ ആരുണ്ടെന്ന് മറുപടി പറയാൻ? ചോദ്യങ്ങൾക്കുത്തരം കണ്ടെത്താൻ മനുഷ്യന് കഴിഞ്ഞതെങ്ങനെ? മനസ്സിൻ്റെ സഹായത്തോടുകൂടി സാവധാനത്തിലും പണിപ്പെട്ടും മനുഷ്യൻ അനുഭവങ്ങൾ ശേഖരിച്ചു തുടങ്ങുകയും അവയിൽ നിന്ന് പലതും പഠിക്കുകയും ചെയ്തു. എന്നാൽ ഇത് ശാസ്ത്രത്തിൻ്റെ തെറ്റായിരുന്നില്ല. എന്തിനെക്കുറിച്ചാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത്? ശാസ്ത്രത്തിൻ്റെ സമ്മാനങ്ങളെ മനുഷ്യൻ ദുരുപയോഗപ്പെടുത്തിയതിനെക്കുറിച്ചാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത്. 19ാം നൂറ്റാണ്ട് പുരോഗമിച്ചതോടെ മാറ്റത്തിൻ്റെ ഗതിക്ക് വേഗത കൂടി. ഈ പ്രസ്താവനയ്ക്ക് തെളിവായി ലേഖനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്? കമ്പി, ദൂരശ്രവണ യന്ത്രം, മോട്ടോർ വാഹനം, വിമാനം തുടങ്ങിയ സാമഗ്രികളുടെ സൃഷ്ടി. ശാസ്ത്രത്തിൻ്റെ സമ്മാനങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നതിൻ്റെ കാരണമായി പറഞ്ഞിട്ടുള്ള കാര്യമെന്താണ്? പ്രകൃതിയുടെ മേൽ ആജ്ഞാശക്തി നേടിയ മനുഷ്യന് തന്നെത്താൻ ആജ്ഞാപിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അതിനാൽ അയാൾ പലപ്പോഴും പിഴച്ചു പെരുമാറുകയും ശാസ്ത്രത്തിൻ്റെ സമ്മാനങ്ങൾ ദുരുപയോഗപ്പെടുത്തുകയും ചെയ്തു. അടുത്ത പ്രവർത്തനം നോക്കാം. അറിയുവാനൊത്തിരി ബാക്കി. അറിഞ്ഞോതേണ്ടതൊക്കെയും പറഞ്ഞിട്ടില്ല പൂർവികർ, അറിഞ്ഞാലും പറഞ്ഞാലും ഒടുങ്ങാതുണ്ട് വാസ്തവം. സഹോദരൻ അയ്യപ്പൻ്റെ പദ്യകൃതികളിൽ നിന്നുള്ള കവിതാഭാഗം. ഈ കവിതാഭാഗം എന്തെല്ലാം പറയുന്നുണ്ട്? കഴിഞ്ഞ കാലത്ത് എല്ലാ അറിവുകളും കണ്ടെത്തിയിട്ടില്ല. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ കണ്ടെത്താനുണ്ട്. നെഹ്റുവിൻ്റെ ലേഖനം വീണ്ടും വായിക്കൂ. അറിവിനെക്കുറിച്ച് ഈ കവിതാഭാഗത്തിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി വിശകലനക്കുറിപ്പ് തയ്യാറാക്കൂ. അറിവിൻ്റെ അതിരുകൾ തേടി. മനുഷ്യ പുരോഗതിയുടെയും ശാസ്ത്ര വളർച്ചയുടെയും അടിസ്ഥാനം എന്നത് അവസാനിക്കാത്ത അന്വേഷണങ്ങളാണ്. ലോകത്തെയും പ്രകൃതിയെയും കുറിച്ചുള്ള അറിവ് സമ്പൂർണ്ണമല്ലെന്നും ഇനിയും കണ്ടെത്താൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ടെന്നും സഹോദരൻ അയ്യപ്പൻ ഈ വരികളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യൻ നേടിയ അറിവുകൾ ഓരോ തലമുറയും അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നു. എന്നാൽ പൂർവികർ എല്ലാ അറിവുകളും നമുക്ക് പകർന്നു തന്നു എന്ന് കരുതുന്നത് തെറ്റാണ്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാലഘട്ടത്തിലും പുതിയ വെല്ലുവിളികളും പുതിയ സത്യങ്ങളും ഉയർന്നു വരുന്നു. നമ്മൾ എത്രത്തോളം അറിവ് നേടുന്നുവോ അത്രത്തോളം അറിയപ്പെടാത്ത കാര്യങ്ങൾ ഇനിയുമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കടലിലെ ഒരു തുള്ളി വെള്ളം പോലെയാണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ. ബാക്കിയുള്ളവ മഹാസമുദ്രം പോലെ കണ്ടെത്താനിരിക്കുന്ന സത്യങ്ങളാണ്. ജവഹർലാൽ നെഹ്റു തൻ്റെ ലേഖനത്തിൽ മനുഷ്യനെ മറ്റ് ജീവികളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഘടകമായി ചൂണ്ടിക്കാണിക്കുന്നത് അവൻ്റെ ചിന്താശേഷിയും അന്വേഷണ തൃഷ്ണയുമാണ്. മറ്റു ജീവികൾ പ്രകൃതി നൽകിയ ശാരീരികമായ കഴിവുകളിൽ ഒതുങ്ങി നിന്നപ്പോൾ മനുഷ്യൻ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഉപകരണങ്ങൾ നിർമ്മിച്ചു. പൂർവികർ കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ പുതിയ വഴികൾ വെട്ടിത്തെളിക്കാനുള്ള ധൈര്യം നാം കാണിക്കണം. ശാസ്ത്രത്തിൻ്റെ വളർച്ച നിലയ്ക്കാത്തത് മനുഷ്യൻ്റെ ഈ അന്വേഷണത്തര ഉള്ളതുകൊണ്ടാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നതും പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതുമാണ് യഥാർത്ഥ അറിവിലേക്കുള്ള വഴി എന്ന് ഈ വരികളും നെഹ്റുവിൻ്റെ ലേഖനവും നമുക്ക് പറഞ്ഞു തരുന്നു. അടുത്ത പ്രവർത്തനം നോക്കാം. പ്രയോഗഭംഗി. ആശയം ശക്തമായും പൂർണ്ണമായും വായനക്കാരിലേക്ക് എത്തിക്കുന്നതിനായി എഴുത്തുകാർ പ്രത്യേക പ്രയോഗങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. മനോരാജ്യം കൊള്ളുക, മിഴിച്ചു നോക്കുക തുടങ്ങിയ പ്രയോഗങ്ങൾ നോക്കൂ. ഈ ലേഖനത്തിൽ ഇനിയും ഇതുപോലുള്ള പ്രയോഗങ്ങളുണ്ട്. അവ കണ്ടെത്തി എഴുതൂ. മനോരാജ്യം കൊള്ളുക, സങ്കല്പിക്കുക. മിഴിച്ചു നോക്കുക, അത്ഭുതത്തോടെ നോക്കുക. കണ്ണഞ്ചിപ്പിക്കുക, കടുത്ത പ്രകാശത്തിൽ കാഴ്ച മങ്ങിക്കുക. വിസ്മയാവഹം, അത്ഭുതമുണ്ടാക്കുന്ന. കുതിച്ചുകൊണ്ടിരിക്കുക, വേഗത്തിൽ സഞ്ചരിക്കുക. അടുത്ത പ്രവർത്തനം നോക്കാം. ചിഹ്നങ്ങളുടെ കാര്യം. ഒരു തീവണ്ടിപ്പാത നിർമ്മിക്കുന്നു. ഒരുമിച്ച് പ്രവർത്തിക്കാറാവുമ്പോഴേക്ക് തന്നെ അത് പഴഞ്ചനായി കഴിഞ്ഞു. വാക്യങ്ങൾ പൂർത്തിയാകുമ്പോൾ സാധാരണയായി പൂർണ്ണവിരാമം ഉപയോഗിക്കാറുണ്ട്. ഇവിടെ പഴഞ്ചനായി കഴിഞ്ഞു എന്ന വാക്യം അവസാനിക്കുന്നിടത്ത് ആശ്ചര്യചിഹ്നമാണുള്ളത്. ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് നാം വാക്യങ്ങളിൽ ആശ്ചര്യചിഹ്നം ഉപയോഗിക്കുന്നത്? ഇത് വാക്യത്തിൻ്റെ അർത്ഥത്തിനുണ്ടാക്കുന്ന വ്യത്യാസം എന്താണ്? ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കൂ.
ചിഹ്നം ചേർത്ത് വായിക്കുമ്പോൾ വാക്യങ്ങളിൽ വരുന്ന അർത്ഥവ്യത്യാസം കണ്ടെത്താമോ? ആശ്ചര്യം അഥവാ അത്ഭുതം, സങ്കടം, സന്തോഷം, പരിഹാസം തുടങ്ങിയ വികാരങ്ങളെ സൂചിപ്പിക്കുന്നതിനാണ് ആശ്ചര്യചിഹ്നം അഥവാ എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിക്കുന്നത്. ചിഹ്നങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ വാക്യങ്ങളിൽ വരുന്ന അർത്ഥവ്യത്യാസം നോക്കാം. കുഞ്ഞ് നടക്കാൻ തുടങ്ങി. കുഞ്ഞ് നടക്കാൻ തുടങ്ങി. ഈ പൂവിന് നല്ല ഭംഗിയുണ്ട്. ഹായ്, ഈ പൂവിന് എന്തൊരു ഭംഗി. ആരാണീ വരുന്നത്? ആരാണീ വരുന്നത്? വല്ലാത്ത ബഹളം. വല്ലാത്ത ബഹളം. പാഠത്തിൽ ആശ്ചര്യചിഹ്നം ഉപയോഗിച്ചിരിക്കുന്ന മറ്റു വാക്യങ്ങൾ കൂടി കണ്ടെത്തൂ. ഓമനെ, നിനക്ക് ഞാൻ എന്തെഴുതട്ടെ? ഞാൻ എവിടെ നിന്ന് തുടങ്ങട്ടെ? എന്തൊക്കെ ചോദ്യങ്ങൾ അവൾ ചോദിക്കും? ആശ്ചര്യചിഹ്നം ഉപയോഗിച്ചുള്ള ഏതാനും വാക്യങ്ങൾ സ്വന്തമായി എഴുതുക. 2-3 വാക്യങ്ങൾ ഉദാഹരണമായി നൽകുന്നു. ഈ കൊട്ടാരം കാണാൻ നല്ല ഭംഗിയുണ്ട്. ആഹാ, എന്ത് മനോഹരമായ കൊട്ടാരം. നമ്മൾ ഈ കളിയിൽ ജയിച്ചു. കൊള്ളാം, നമ്മൾ വിജയിച്ചു. അവിടെ ഒരു ആന നിൽക്കുന്നു. അയ്യോ, അവിടെ ഒരു ആന. പദപരിചയം. മനോരാജ്യം കൊള്ളുക, സങ്കല്പിക്കുക. മാർഗനിർദ്ദേശം നൽകുക, വഴി കാണിച്ചു കൊടുക്കുക. തിര്യക്ക്, ജന്തുക്കൾ. ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം. നൂതനം, പുതിയത്. ആശ്ചര്യം, അത്ഭുതം. പ്രസരിപ്പ്, ഉത്സാഹം. ഭയജനകം, പേടിയുണ്ടാക്കുന്നത്. മിഴിച്ചു, കണ്ണ് നന്നായി തുറന്നു. വിസ്മയാവഹം, അത്ഭുതമുണ്ടാക്കുന്നത്. സാവധാനം, പതുക്കെ. പുരോഗമനം, മുന്നോട്ടുള്ള പോക്ക്. ഗതി, വഴി. നിരവസാനം, അവസാനമില്ലാത്ത. കണ്ണഞ്ചിപ്പിക്കുക, കടുത്ത പ്രകാശത്തിൽ കാഴ്ച മങ്ങിപ്പിക്കുക. ദൂരശ്രവണയന്ത്രം, ടെലിഫോൺ. വിദൂരവർത്തി, അകലെ സ്ഥിതി ചെയ്യുന്ന. അദൃശ്യം, കാണാൻ കഴിയാത്തത്. പരമാണു, ഒരു വസ്തുവിൻ്റെ ഏറ്റവും ചെറിയ ഘടകം. ക്ലേശം, ബുദ്ധിമുട്ട്. ലഘൂകരിക്കുക, ലളിതമാക്കുക. ശ്രമരഹിതം, ബുദ്ധിമുട്ടില്ലാതെ. ഗണ്യം, കണക്കിലെടുക്കാവുന്ന. മുറയ്ക്ക്, ക്രമത്തിൽ. ദുരുപയോഗം, നല്ലതല്ലാത്ത ഉപയോഗം. സഹസ്രാബ്ദം, 1000 കൊല്ലം. തുറ, മേഖല. സമാന പദങ്ങൾ. മനസ്സ്, ചിത്തം, മനം, മാനസം. മനുഷ്യൻ, മാനവൻ, മർത്യൻ, മനുജൻ. ലോകം, ഉലകം, ജഗത്ത്, ഭുവനം. വഴി, പാത, വീഥി, പന്ഥാവ്.